സൗദിയിൽ ജോലി ചെയ്യുകയാണ്. സൗദിയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം എത്തി രാത്രിയോടുകൂടി ഇവിടെ എത്തിയതാണ് ഉസ്മാൻ. എന്ത് ജോലിയാണ് സൗദിയിൽ ചെയ്യുന്നത്? ഫ്രൂട്ട്സിൻ്റെ കടയിലാണ് ഡെലിവറി. ബി എസിനെ കാണാൻ വേണ്ടി നേരിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്? ബി എസിനെ സഖാവിനെ കാണാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എക്സിറ്റിന് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അവിടെ നിന്ന് വരാൻ, സൗദിയിൽ നിന്ന് വരാൻ എക്സിറ്റിന് കൊടുത്ത് കുറച്ച് ദിവസമായി. ഇപ്പോൾ മിനിയാന്നാണത് ഓക്കെ ആയത്. അപ്പോൾ ഉടനെ ടിക്കറ്റ് എടുത്തു. ഇന്നലെ 7 മണിക്ക് ഇവിടെ ലാൻഡ് ചെയ്തു. വീട്ടിലോട്ടൊന്നും പോയില്ല, നേരെ 10:30 ഇവിടെ എത്തി. സഖാവിനെ കണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിലെ SFIയിലൂടെയും DYFിലൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലാകെ പ്രതിഷ്ഠയുടെ ഒരു സഖാവാണല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ ജീവിക്കണം നമ്മളൊക്കെ മാതൃകയൊക്കെ ഒരു സഖാവാണ്, സമരത്തിൻ്റെ നായകനാണ്. അപ്പോൾ സഖാവിനെ ഒന്ന് അവസാനം കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം, അതൊരു വല്ലാത്ത ഭാഗ്യമാണ് ഞങ്ങൾക്കൊക്കെ. പ്രത്യേകിച്ച് ഞാൻ പറയില്ലേ, മലപ്പുറം ഒരു രാഷ്ട്രീയ ഒരു നന്നായി പ്രസരിക്കുന്ന നാടാണത്. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് പോകണം എന്നുള്ളത് നിന്നാണ്. സൗദി മലയാളികൾക്കിടയിൽ ഈ ദുഃഖവാർത്ത ഏത് രീതിയിലാണ് അവർ സ്വീകരിച്ചുള്ളത്? അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? എല്ലാ ആളുകളും, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരാൾ ഈ കാലത്തും ഇങ്ങനെ നമുക്ക് കാണിക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരനായി കാണിക്കാൻ അഴിമതിയില്ലാത്ത വർഗീയതക്കെതിരെ എന്നും പോരാടുന്ന ഒരു സഖാവിനെ എന്നും കാണിക്കാൻ നമുക്ക് മുന്നിൽ നിർത്താൻ കഴിയുന്ന ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക് എല്ലാ ആളുകളും പുനഃപ്രവാലാർ സമരനായകനെ എന്നും ഓർക്കും. ആ ഓർമ്മ അവസാനമായി ഒന്ന് കണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട്. അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോകണം. എത്ര കാലത്തിന് ശേഷമാണ് നാട്ടിലോട്ട് വരുന്നത്? ഞാൻ ഒരു വർഷമായി നാട്ടിലോട്ട്. ഒരു വർഷം മുമ്പാണ് അദ്ദേഹം വന്നു പോയത്. അതിനുശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലോട്ട് എത്തിയത് ബി എസിനെ അവസാനമായി കണ്ടതിന് ശേഷം മാത്രം നാട്ടിലോട്ട് പോകാനാണ്. ഇങ്ങനെ ഒരുപാട് പേർ, ജിൽസി ഇതൊരു ഉദാഹരണം മാത്രമാണ് ഉസ്മാൻ്റെ കാര്യം. ഇതുവരെ ഒരുപാട് പേർ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടവർ, തമിഴ്നാട് നിന്ന് വന്നവർ, പാലക്കാട് നിന്ന് വന്നവർ, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്നവർ, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവർ പോലും VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചെത്തുന്നവരുണ്ട്.